غاد الصبوح عند أفضل مرسلي ومن برسول الله لم يخش جلمدا برسول الله ومن ഏതൊരാൾ റസൂലില്ലാഹി അല്ലാഹുവിന്റെ റസൂലിനെ ആര് പിടിച്ചു നിൽക്കുന്നുവോ ലം യഖ്ശ ജൽമദാ ഒരു പ്രതിസന്ധിയും പാറ പോലെ ഉറച്ചതാണെങ്കിൽ പോലും അയാൾക്കൊരു പ്രശ്നം. എന്ത് പ്രശ്നം? പാറ പോലെ ഉറച്ചതാണെങ്കിലും അതാണ് ജൽമദ്. ലം യഖ്ശ ജൽമദാ, എത്ര പാറ പോലെ ഉറച്ചൊരു പ്രതിസന്ധിയാണെങ്കിലും അയാൾക്കത് പ്രശ്നമില്ല. കാരണം അയാൾ ആരെ പിടിച്ചിട്ടുണ്ട്? സുൽത്താൻ പിടിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിനെ പിടിച്ചവർക്ക് എന്ത് പ്രശ്നമുള്ളത്? ആണുങ്ങളെ പെണ്ണുങ്ങളെ റസൂലുള്ളാഹിനെ പിടിച്ചോളി, റസൂലുള്ളാഹിനെ പിടിച്ചോരെ പിടിച്ചോളി. ആരെയൊക്കെ റസൂലുള്ളാഹി കൈവച്ചിട്ടുണ്ടോ, റസൂലുള്ളാഹിന്റെ കൈ ആരിലൊക്കെ പറ്റിയിട്ടുണ്ടോ എന്ന് പിടിച്ചോ. ഭൗതികമായ സ്ഥാനമാനങ്ങളോ മറ്റോ അതിൽ വഞ്ചിതരാവുകയും വേണ്ട. ചിലപ്പോൾ ചില ആളുകൾക്ക് ഭൗതികമായ വലിയ സ്ഥാനമാനങ്ങളുണ്ട്, റസൂലുള്ളാഹി അവരും വലിയ ബന്ധം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകളുണ്ട് ചരിത്രത്തിൽ, അങ്ങനെയുള്ള ആളുകളുമുണ്ട്, ചരിത്രത്തിലുണ്ട്. ആകാശത്തിൻ്റെ ചുവട്ടിൽ ഏറ്റവും മോശപ്പെട്ടവർ ഒരു കാലത്ത് ആലിമീങ്ങളായിരിക്കും എന്ന് പുണ്യ റസൂൽ മുസ്തഫ. അവർക്ക് റസൂലുള്ളാഹി ബന്ധമുണ്ടോ? ഇല്ല, ഒരു ബന്ധമുണ്ടാവില്ല. അപ്പം അവരെ പിടിച്ചിട്ട് കാര്യമില്ല. അള്ളാഹുവിൻ്റെ റസൂല് ആരൊക്കെ തൊട്ടോ അവരെ പിടിച്ചോളി. ആ കാലം വന്നു എന്നും അല്ല, വന്നിട്ടില്ല എന്നും അല്ല ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ ദുനിയാവിൻ്റെ പളപളപ്പിൽ വഞ്ചിതരാകണ്ട. ഒരു മനുഷ്യനോട് റസൂലുള്ളാഹി ഒരാളെ തൊട്ടു എന്നാൽ അതിന് ഏറ്റവും വലിയ തെളിവ് ഹറാമിനോട് അയാൾക്ക് വെറുപ്പായിരിക്കും എന്നതാണ്. ഹറാം അയാൾക്ക് വെറുപ്പായിരിക്കും, ഹറാം അയാൾക്ക് വെറുപ്പായിരിക്കും. അയാൾ അല്ലാഹു തആല ഇഷ്ടപ്പെടാത്ത കാര്യം അയാൾക്ക് വെറുപ്പായിരിക്കും. ഒരാളെ ആര് തൊട്ടിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി തൊട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾക്ക് ഒരിക്കലും ഒരു ഹറാം അയാൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ഒരബദ്ധം ചിലപ്പോൾ സംഭവിച്ചുകൂടെ? സംഭവിക്കാം. പക്ഷേ അതിൻ്റെ മേൽ വക്കാനു യുസ്റൂന അലൽ ഹിൻസിൽ അളീം, വലിയ വലിയ കുറ്റങ്ങൾ നിലനിന്ന് അവർ ചെയ്യൂല. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഒരബദ്ധം പറ്റിപ്പോവും. ഒരു മുഅ്മിനായ മനുഷ്യനെ 2 തവണ ഒരു മാളത്തിൽ നിന്ന് പാമ്പ് കടിക്കുകയില്ല മുഹമ്മദ് മുസ്തഫ. ഒരബദ്ധം പറ്റും, പിന്നെ പറ്റൂല. അപ്പോൾ ലം യഖ്ശ ജൽമദാ, റസൂലിനെ പിടിച്ചോളി, ഒരു പ്രതിസന്ധിയെയും ഭയപ്പെടേണ്ടതില്ല. നാടന്മാർ പിടിക്കും, ആലിമീങ്ങൾ പിടിക്കും, ആരും പിടിക്കും. റസൂലുള്ളാഹിനെ പിടിച്ചു, റസൂലുള്ളാഹി അവരൊന്ന് തൊട്ടാൽ മതി. പിന്നെ അവർക്ക് ഏത് പ്രതിസന്ധിയും, ഏത് ഉറച്ച പാറ പോലെയുള്ള പ്രതിസന്ധിയും അവർക്ക് പ്രശ്നമല്ല. ഒന്നും പ്രശ്നം, അവർ പ്രശ്നം എന്ന് ലേഖനം എഴുതി നടക്കൂല. അവർക്ക് പ്രശ്നം തന്നെയല്ല. ഇത് പ്രശ്നം അവർക്കൊന്നും പ്രശ്നമില്ല, ഒന്നും പ്രശ്നമില്ല. വമൻ ബിറസൂലില്ലാഹി ലം യഖ്ശ ജൽമദാ, സ്വന്തം കാര്യം പ്രശ്നമല്ല, കുടുംബകാര്യം പ്രശ്നമല്ല, മക്കളുടെ കാര്യം പ്രശ്നമല്ല, ഒന്നും അവർക്ക് പ്രശ്നമല്ല. അതൊക്കെ അതിനൊക്കെ ഒരു നിവൃത്തി ഉണ്ടാവും. നിവർത്തിക്കാതാകാത്തതിന് പരിഹാരം ഉണ്ടാവും. ചിലപ്പോൾ പരിഹാരം സുബറായിരിക്കും. മകളെ കെട്ടിച്ചിട്ടില്ല, മകൾക്ക് 24 വയസ്സായി. അപ്പോൾ ഒരു പരിഹാരം, കെട്ടിച്ചിട്ടില്ല, പുതിയാപ്പിള കിട്ടിയില്ല. അപ്പോൾ അവൾക്ക് തന്നെ കല്യാണം വേണ്ട. 16-ാം വയസ്സിൽ തുടങ്ങിയതാണ്, എനിക്ക് കല്യാണം വേണ്ട 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 എന്നാണ്. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധിയല്ല. അങ്ങനെ കല്യാണം വേണ്ട, പുതിയാപ്പിള കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ എന്തിനും ഒരു പരിഹാരം ഉണ്ടാവും. അല്ലാഹുവിന്റെ റസൂലുമായി വമൻ ബിറസൂലില്ലാഹി ലം യഖ്ശ ജൽമദാ, ഒരു ഉറച്ച പ്രതിസന്ധിയും അവർ ഭയപ്പെടുകയേ ഇല്ല, ഒന്നും ഭയപ്പെടൂല. റസൂലുള്ളാഹി മതിയാവും സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തു മുഹമ്മദ് മുസ്തഫ. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു
അവർ മുസ്തഫ നബി തൊട്ട തടിയാണത്. ചിലർ ആക്ഷേപിച്ചു ചരിത്രത്തിൽ, അവർക്കൊക്കെ അടി കിട്ടിയില്ലേ, അള്ളാഹുവിൻ്റെ റസൂലിനെ തല്ലിട്ടിവരില്ലേ. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിടിച്ച ആളും നബി തൊട്ട ആളുമാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി. എത്ര ആൾ എതിർത്തു, അവർക്കൊക്കെ റസൂലുള്ളാഹിന്റെ ശിക്ഷ കിട്ടിയില്ലേ. എത്ര ചരിത്രം, എത്ര എത്ര എത്ര. ഒരുറച്ച പ്രതിസന്ധിയും അവർ ഭയപ്പെടുകയില്ല, ഒന്നുമില്ല, ഒരു പേടിയില്ല അവർക്ക്. പിന്നെ തവല്ലാ റസൂലുള്ളാഹി അംരി ഫലം യസൽ യുസഈദുനി ദഹ്രി ഫസ്റതു മുമജ്ജദാ. തവല്ലാ റസൂലുള്ളാഹി, റസൂലുള്ളാഹി ഏറ്റെടുത്തിട്ടുണ്ട് അംരി, എൻ്റെ കാര്യം. അപ്പം ഞാൻ അങ്ങോട്ടും പിടിച്ചു, നബി ഇങ്ങോട്ടും പിടിച്ചു. എൻ്റെ റസൂലിൻ്റെ കാര്യം, എൻ്റെ കാര്യം റസൂൽ ഏറ്റെടുത്തു, എനിക്ക് പ്രശ്നമില്ല. തവല്ലാ റസൂല, ഇതിങ്ങനെ മേപ്പെട്ടു പോയി പറയല്ല, അങ്ങനെ പറയണമെങ്കിൽ നല്ല ധൈര്യം വേണം. എൻ്റെ കാര്യം റസൂൽ ഏറ്റെടുത്തിട്ടുണ്ട്. തവല്ലാ റസൂലുള്ളാഹി അംരി ഫലം യസൽ. രാജാവല്ലേ വന്ന് പറഞ്ഞത്, പള്ളി ഉണ്ടാക്കാനുള്ള പൈസ ഒക്കെ ഞാൻ തരാം, പള്ളി ഉണ്ടാക്കണമെന്ന് ഉദ്ദേശിച്ചു. രാജാവ് വന്ന് പറഞ്ഞു, രാജാവ് വന്ന് പറഞ്ഞത്, ഫൈസൽ രാജാവ് പള്ളിക്കുള്ള പൈസ ഒക്കെ ഞാൻ തന്നോട്ടെ. വേണ്ട, മുതലാളിമാർ പൈസ സ്വീകരിക്കും, ഒന്നും വേണ്ട. എന്തേ ധൈര്യം. നമ്മളാണെങ്കിൽ തലേന്ന് രാത്രി എല്ലാവരും വിളിച്ച് വരിയിട്ടു. മറ്റോ 25,000, 10,000, 25,000, 50,000. അപ്പോൾ തന്നെ ദേശപ്പെട്ടും പകുതി മുക്കാൽ ഭാഗം ദേശത്തും ചിലർ 20,000, 5,000, 1,000, 500. അന്ന് പിറ്റേന്ന് രാവിലെ രാജാവ് എന്ന് പറഞ്ഞു, ഞാനാണ് എടുത്തത്. അന്ന് നമ്മൾ ചക്കരച്ചോറ് വെക്കും. വൈകുന്നേരം എല്ലാവരെയും വിളിച്ചു കൂട്ടി, സാഹത്താൽ നമുക്ക് കറാമത്ത് ഒളിവായി, നമുക്ക് വലിയ കറാമത്ത് ഒളിവായി. രാജാവ് പറഞ്ഞു, ഞാൻ എടുത്തരാണ്. രാജാവ് എന്ന ഈ ഹക്കും ബാത്തുലില്ലാത്ത രാജാവിൻ്റെ പൈസയെ നമ്മൾ കറാമത്തായി മനസ്സിലാക്കും. ഇതെന്തേ, ഇത് എന്ത് ചെയ്തു വിട്ടു, അത് വേണ്ട, സാധുക്കളെ പോലില്ല, സാധുക്കളെ പൈസ എടുക്കുള്ളൂ. അവരുടെ ഷേഖായ അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു ഫാസിൽ, മൊറോക്കോയിൽ ഫാസിൽ തിജാനികൾക്ക് ദിക്റെല്ലാനും മറ്റുമായിട്ട് വലിയ സാവിയത്തുൽ കുബ്ര ഉണ്ടാക്കി. രാജാവ് പൈസയും കൊണ്ട് വാങ്ങിയില്ല. എന്തുകൊണ്ട്? റസൂലുള്ളാഹി ഏറ്റെടുത്ത ഒരാളെ പിന്നെ രാജാവിൻ്റെ പൈസൻ്റെ ആവശ്യമില്ല. തവല്ലാ റസൂലുള്ളാഹി അംരി ഫലം യസൽ യുസഈദുനി ദഹ്രി ഫസ്റതു മുമജ്ജദാ. തവല്ലാ റസൂലുള്ളാഹി, റസൂലുള്ളാഹി ഏറ്റെടുത്തു അംരി, എൻ്റെ കാര്യങ്ങളൊക്കെ, എൻ്റെ കാര്യമൊക്കെ നബി ഏറ്റെടുത്തിട്ടുണ്ട്. ഫലം യസൽ യുസഈദുനി, നബി എന്നെ സഹായിച്ചുകൊണ്ടേയിരിക്കുന്നു, ദഹ്രി, കാലങ്ങളോളമായി. ഫസിർതു, അങ്ങനെ ഞാനായിത്തീർന്നിട്ടുണ്ട്, മുമജ്ജദൻ, ആരാലും ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തി. ആർക്കും എന്നെ കണ്ട പേടിയ, എന്തേ അതിൻ്റെ വൽപ്പത്തരല്ല, റസൂലുള്ളാഹി ഏറ്റെടുത്തതാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് 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 തവല്ലാ റസൂലുള്ളാഹി എന്ന് തവല്ലാ റസൂലുള്ളാഹി അംരി ഫലം യസൽ യുസഈദുനി ദഹ്രി ഫസ്റതു മുമജ്ജദാ. ശരിക്കും നോക്കിക്കാളി അർത്ഥം. തവല്ലാ റസൂലുള്ളാഹി, റസൂലുള്ളാഹി ഏറ്റെടുത്തിട്ടുണ്ട് അംരി, എൻ്റെ കാര്യം. ഫലം യസൽ, ആയിക്കൊണ്ടേയിരിക്കുന്നു. യുസഈദുനി, അവിടുന്ന് ആയിക്കൊണ്ടേയിരിക്കുന്നു. എന്തായി? യുസഈദുനി, എന്നെ സഹായിക്കുന്നവനായിക്കൊണ്ടേയിരിക്കുന്നു. പുണ്യ റസൂൽ എന്നെ സഹായിച്ചു കൊണ്ടേയിരിക്കുന്നു. ദഹ്രി, കാലങ്ങൾ കാലങ്ങളോളം ഇങ്ങനെ എന്നെ സഹായിച്ചുകൊണ്ടേയിരിക്കുക. രാജാവിനോട് ഞാൻ പറയും, വേണ്ട, നിങ്ങൾ വേണ്ട, മറ്റും വേണ്ട, അവൻ വേണ്ട, അപ്പം വേണ്ട. രാജാ അടിമകളെ പോലെ നടക്കും. എന്ത്? റസൂൽ എന്നെ ഏറ്റെടുത്താൽ പിന്നെ എനിക്കെന്തിനാ രാജാവ്? രാജാവ് പറഞ്ഞു, നിങ്ങൾക്ക് കാര്യമൊക്കെ ഞാൻ നടത്തിത്തരാം. അപ്പം നമ്മൾ പറഞ്ഞു, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. ഓ, ഭർത്താവ് സഹായിച്ചതാണ്. വലിയ വലിയ മുതലാളിമാർ നമുക്ക് പൈസ തരിക എന്നതാണ് ഇപ്പം നമ്മൾ ഏറ്റവും വലിയ പദ്ധതി. അതിൽ കളു വെക്കുന്നവർ വരെയുണ്ട്.
കള്ളു വിൽക്കുന്നവരും പലിശക്കച്ചവടക്കാരും ആയ വലിയ വലിയ പൈസക്കാർ, പലിശക്കച്ചവടക്കാരും കള്ളു വിൽക്കുന്നവരുമായ പൈസക്കാർ വരെ, പല പൈസക്കാരും, ഒരാൾ, രണ്ടാൾ, മൂന്നാൾ, നാലാൾ, 10 ആൾ നല്ല പറഞ്ഞത്, അതൊക്കെ നമ്മളെ സഹായിക്കണം. ആ സഹായിക്കുമ്പോൾ നമ്മളത് കറാമത്തായിട്ട് മനസ്സിലാക്കുകയും അവർക്ക് വേണ്ടി നമ്മൾ പൊതുവേദികളിൽ പ്രസംഗിക്കുകയും ചെയ്യും. ഞാൻ ബീരാൻകുട്ടി ഹാജി, ബീരാൻകുട്ടി ഹാജിയോ, ബീരാൻകുട്ടി ഹാജിക്ക് മകൻ കൊടുത്തേക്കണ പൈസയാണ്. മകൻ്റെത് എന്താണ്, ഇവർക്ക് ഗൾഫിൽ കള്ളച്ചോടാണ്, അല്ലെങ്കിൽ മൂപ്പർക്ക് യൂറോപ്പിൽ കള്ളച്ചോടാണ്, യൂറോപ്പിൽ കള്ളച്ചോടാണ്. അപ്പോൾ വലിയ എന്ത് ചെയ്യും? അത് ബീരാൻകുട്ടി ഹാജിൻ്റെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ കച്ചവടം ഇന്നലെ നടത്തി കൊടുക്കണമേ. ഇത് കച്ചവടം, കള്ളച്ചോടം. നമ്മളെല്ലാവരും കൂടിയിട്ട് എന്ത് ചെയ്തു? നമ്മളങ്ങോട്ട് ഓതി ഞങ്ങളെല്ലാവരും ഖത്തമോതി, നമ്മൾ മജ്‌ലിസുന്നൂർ ഓതി, നമ്മളങ്ങനെ ഓതി, നമ്മളിങ്ങനെ ഓതി. അപ്പോൾ ബീരാൻകുട്ടി ഹാജി പറഞ്ഞു, അത് ഞാൻ ഏറ്റെടുത്തു. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇതാ ഈ മജ്‌ലിസിൻ്റെ കറാമത്താണ് ഈ കാണുന്നത്. ഇവിടെ ഖുർആൻ ഓതി, നമ്മൾ മജ്‌ലിസുന്നൂർ ഓതി, അതിൻ്റെയൊക്കെ കറാമത്താണ്. അത് ബീരാൻകുട്ടി ഹാജി ഏറ്റെടുത്തിട്ടുണ്ട്. ബീരാൻകുട്ടി ഹാജിൻ്റെ മകൻ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും കച്ചവടത്തിൽ വിജയവും ഉന്നത വിജയവും കച്ചവടം അള്ളാഹു എമ്പാടും ഒരിക്കലും പൊട്ടാതെ നിലനിർത്തി കൊടുക്കട്ടെ. എന്താ കച്ചവടം? കള്ളച്ചവടം. പോത്തമ്മന്നികളെ, നിങ്ങളെ പോത്തമ്മന്നി എന്ന് പറഞ്ഞാൽ പോത്തമ്മന്നി കേസ് കൊടുക്കും. പോത്തമ്മന്നി എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു പണ്ട് നെൽമൂര്. എൻ്റെ വലിയ ബാപ്പ വരെ കേട്ടിരുന്നു പോത്തമ്മന്നി. നിങ്ങളൊക്കെ പോത്തമ്മന്നി എന്ന് പറഞ്ഞാൽ പോത്തമ്മന്നി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കേസ് കൊടുക്കും. ഞാൻ അത്തരൊന്നും നാശമായിട്ടില്ല മൂല്യരെ. നമ്മൾക്ക് ഏത് അക്കും ബാത്തുമില്ലാത്ത മുതലാളി തരുന്നത് നമ്മൾ കറാമത്തായിട്ട് വിളിച്ചു പറയും. ഈ ഹമുക്കിൻ്റെ പൈസ എന്ത് എന്ന് തരം തിരിക്കാനുള്ള വിവേചനം പോലും ഇന്ന് നമ്മളെന്നും കയ്യിൽ ഇല്ല. സയ്യത്തി സമാനുൻ അലാ ഉമ്മത്തി, എൻ്റെ സമുദായത്തിനൊരു കാലം വരാൻ പോകുന്നുണ്ട്. ലാ യുബാലിൽ മർഉ മാ അഖദ മിൻഹു, ഒരു മനുഷ്യൻ വാങ്ങുന്ന പണത്തെപ്പറ്റി അവൻ ആലോചിക്കുകയില്ല. അമിനൽ ഹലാലി അമിനൽ ഹറാം, അത് ഹലാലിൻ്റെ മുതലോ അത് ഹറാമിൻ്റെ മുതലോ എന്നവൻ ആലോചിക്കുകയില്ല. പൈസ കിട്ടിയ മതി. ചിന്തിക്കി. ഇവരല്ലാത്ത കാലത്ത് അബ്ദുൽ മുത്തലിബിന്റെ ബോധം പോലും ഇല്ല. ഹറാമായ ഒരുത്തൻ്റെ പൈസ ഇങ്ങോട്ട് കൊണ്ടുവരരുത്, ഒരു ഹറാമായ പൈസ ഇങ്ങോട്ട് കൊണ്ടുവരരുത്, അനധികൃതമായി ഉണ്ടാക്കിയ ഒരു പണവും ഇങ്ങോട്ട് കൊണ്ടുവരരുത് എന്ന് വാശി പിടിച്ചു ആര്? അബ്ദുൽ മുത്തലിബ്. അപ്പോൾ പിന്നെ ഫുള്ള് പൂർത്തിയാക്കാൻ കഴിയില്ല, പൂർത്തിയാക്കണ്ട, പൗതിയാക്കില്ല. കഅബയിലെ മുക്കാൽ ഭാഗാക്കി. ഇന്നും കഅബയിലെ മുക്കാൽ ഭാഗമാണ്, ഫുള്ളില്ല. എന്തെന്നങ്ങനെ? ഒരു കാലത്ത് വിവരവും വിദ്യാഭ്യാസവും പോലും ഇല്ലാത്ത ആളുകൾ ഒരു കാലഘട്ടത്തിൽ ഇതിൽ ഹറാമ് കയറ്റിയിട്ടില്ല. അതുകൊണ്ട് ഒരു സാധനത്തിൽ നിങ്ങൾ ഹറാമ് കയറ്റരുത് എന്നതിനുള്ള ഒരു ഉദാഹരണമാണ്. ഇപ്പം എന്താ വിഷയം? ഇപ്പം രാജാവിൻ്റെ പൈസ നമ്മൾ വാങ്ങിയിട്ട് നമ്മൾ എന്ത് പറയും? എല്ലാവരും നോക്കിക്കോളി, എല്ലാവരും നേർന്നോളി, രാജാവിൻ്റെ മകന് ക്യാൻസറാണ്, രാജാവിൻ്റെ മകൾക്ക് ക്യാൻസറാണ്, നമുക്കത് ദ്വേർന്ന് മാറ്റാം. അപ്പം അള്ളാഹു തആല വീണ്ടും പരീക്ഷിക്കും. എന്ത്? ലണ്ടനെ കൊണ്ടുപോയപ്പോൾ മകളെ ക്യാൻസർ മാറി. അപ്പോൾ അതോടുകൂടി പിന്നെ നമ്മൾ ദ്വാക്ക് വലിയ ഇത് പരീക്ഷിക്കുക. രാജാവിൻ്റെ പൈസ എന്താ? അത് ഹറാമായാലും തിരിച്ചറിയണ്ട, ഹറാമാണ് കൂടുതൽ. രാജാവ് ഇവിടെ ഒരു ഉദാഹരണം. രാജാവാകാം, നീ മുതലാളിയാകാം, ആരുമാകാം. അപ്പം നമ്മൾക്ക് ഇങ്ങനത്തെ പരിപാടികളൊക്കെ നടത്തുമ്പോഴും ഒരു സദസ്സിലേക്ക് കയറി ചെന്നാലും കിട്ടുന്ന പണത്തിൻ്റെ വലിപ്പത്തിനും കറാമത്തായി നമ്മൾ പറയും, ഇതൊരു മനുഷ്യൻ എന്ത് ചെയ്താണ്, നിനക്ക് വേണ്ട. രാജാവ് പറഞ്ഞു വേണ്ട. രാജാവ് ചെക്ക് എഴുതി കൊടുത്തു. കോടാനക്കോടി എഴുതിയാലും എഴുതിയെടുത്താൽ രാജാവ് എതിര് പറയില്ല. കാരണം രാജാവിന് ഇയാളാണ്. അല്ലെങ്കിൽ ബ്ലാങ്ക് ചെക്ക് കൊടുക്കും രാജാവ്. ഒരു രാജാവ് എങ്ങനെ ബ്ലാങ്ക് ചെക്ക് കൊടുക്കും? തിരസ്കരിക്കാൻ ഒരു നിർവാഹമില്ലാത്തപ്പോൾ അത് കൈപ്പറ്റി. ഇറങ്ങി വരുമുള്ള കുത്തുബഖാനെന്ന് 5 റിയാലിൻ്റെ കിതാബ് കൊടുത്തു, അതവിടെ കൊടുത്തു. എന്തേ പിന്നെ നമ്മൾ തിരസ്കരിച്ചു? നല്ല
പള്ളിയിൽ തരാനാണ് പള്ളി ഉണ്ടാറ്. സാധുക്കളോട് പറഞ്ഞു എല്ലാവരും ധ്യാനം ചെയ്തോളി. ഇതൊക്കെ എന്തുകൊണ്ട് റസൂലുള്ള ഏറ്റെടുത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് പിന്നെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. تولى رسول الله أمري فلم يزل يساعدني دهري فصرت ممجدا. تولى رسول الله റസൂലുള്ളാഹി ഏറ്റെടുത്തിട്ടുണ്ട് അംരി എൻ്റെ കാര്യം. പിന്നെ ഒരു രാജാവിൻ്റെ ആവശ്യം എനിക്കുണ്ടാവില്ല, ഒരു മുതലാളിൻ്റെ ആവശ്യവും എനിക്കുണ്ടാവില്ല, ഇതൊന്നും എനിക്കുണ്ടാവില്ല. റസൂലുള്ളാഹിന്റെ കാര്യം ഏറ്റെടുത്തു. നബി എന്നെ സഹായിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ദഹരി എൻ്റെ കാലത്തിലല്ല, കാലത്തെല്ലാം, എൻ്റെ കാലം മുഴുവനും റസൂലുള്ളാഹിനെ സഹായിക്കാണ്. ഫസ്റുതു, അപ്പോൾ ഞാൻ ആയി തീർന്നിട്ടുണ്ട്. മുമജ്ജദൻ, ആദരിക്കപ്പെട്ട വ്യക്തിയായി. മുഅല്ലമൻ എന്നർത്ഥം. ഞാൻ എല്ലാവരും ആദരിക്കപ്പെട്ടു. അവരെ ചരിത്രം പഠിച്ചാൽ അറിയാം, രാജാക്കന്മാരെല്ലാം അവരെ ബഹുമാനിച്ചു. ഹജ്ജിന് വന്നപ്പോൾ നൈജീരിയയിലെ രാജാവ് എന്ത് ചെയ്തു? രാജാവ് അള്ളാഹിനോട് ദുആ ചെയ്തു, റബ്ബേ റബ്ബേ, എനിക്ക് ഇന്നത്തെ സാഹിബുൽ വഖത്തിനെ നീ കാണിച്ചു തരണം. പൊട്ടി കഅബാലയത്തിന്റെ വാതിൽക്കൽ നിന്ന് മുൽത്തസിമിൽ വെച്ചിട്ട് ദുആ ചെയ്തു, പൊട്ടി കരഞ്ഞു. ഈ സമാനിലെ ഏറ്റവും വലിയ മഹാനെ എനിക്ക് കാണിച്ചു തരണം. കണ്ണു തുറന്നു നോക്കുമ്പോൾ ഇബ്രാഹിം നിയാസ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ അത് വരുന്ന ആൾ ഞാനാണ്. എങ്ങനെയുണ്ട്? ഇയാൾ സെനഗലാക്കളെ ഒരു സാധു ആര്യമാണ്, മറ്റേത് നൈജീരിയയിലെ രാജാവ്. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? നിങ്ങൾക്ക് ഇബ്രാഹിം നിയാസ് ആരാന്ന് മനസ്സിലായോ? നൈജീരിയയിലെ രാജാവ് എന്ത് ചെയ്തു? നൈജീരിയയിലെ രാജാവ് ദുആ ചെയ്തു, പൊട്ടിക്കരഞ്ഞു. അല്ലാഹ്, ഇന്നത്തെ ഏറ്റവും വലിയ മഹാനായ സാഹിബുൽ വഖത്തായ ആളെ ഈ കണ്ണം തുറന്ന എനിക്ക് ഇവിടുന്ന് കാണിച്ചാണ്. അപ്പോൾ ഇതാ കണ്ണ് തുറന്നു നോക്കുമ്പോൾ ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തന്റെ മുന്നിൽ നിൽക്കുന്നു. അപ്പോൾ പറഞ്ഞു, നിങ്ങളപ്പറഞ്ഞാൽ ഇപ്പോൾ ഇതുവായിരുന്നില്ലേ ആള് ഞാനാ. പിന്നെന്താ ചിന്തിക്ക്. പിരിയാൻ നേരത്ത് രാജാവ് ഒരു കാർഡ് കൊടുത്തു. ഏതെങ്കിലും കാലത്ത് നൈജീരിയയിൽ വരാൻ നൈജീരിയയിലേക്ക് ക്ഷണിച്ചു. എനിക്ക് തിരക്കുകളാണ്, പല സൈസ് തിരക്കാണ്, സൗകര്യം ഉണ്ടാവും വരണം. അപ്പോൾ പറഞ്ഞു, എന്ന് വരികയാണെങ്കിൽ ഈ കാർഡ് കൊണ്ടുവരണം, എൻ്റെ അടുത്ത് വരണം, ഈ കാർഡിലുണ്ടല്ല. നൈജീരിയയിൽ പോയത് എന്തിനാണ്? നൈജീരിയയിൽ തിജാനിയ മാർഗം പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് പോയത്. ഒറ്റക്ക് പോയി. പലരും പറഞ്ഞു, ആരെങ്കിലും കൂടെ വരാം. വേണ്ട, ആരും വരില്ല, ഞാൻ ഒറ്റക്കാണ്. പരിചയമില്ലാത്ത നാട്ടിലേക്ക് ഒരാളും അവരെ സഹായില്ല, ആരും ഇല്ല. ഒരു പരിചയമില്ലാത്ത നാട്ടിലേക്ക് ഒറ്റക്ക് പോകണ്ട മാനവർകളെ. ഞങ്ങളിൽ കുറച്ചാളുകൾ ഖാദിമീങ്ങളായി കൂടെ വരാം. വേണ്ട, ആരും വേണ്ട, ഞാൻ ഒറ്റക്ക് പോകും. സാധുവായ ഒരു ആലിം കൊട്ടാരത്തിൻ്റെ പടിക്കലെത്തി. ബവ്വാബ് എന്നെ പറഞ്ഞു, കൊട്ടാരത്തിൽ വരികയാണ്, കാർഡൊന്നും കാണിച്ചില്ല, എനിക്ക് രാജാവിനെ കാണും. അപ്പോൾ കാവൽക്കാരൻ പറഞ്ഞു, നിങ്ങളെപ്പോലത്തെ ആളുകളൊന്നും ഇവിടെ അങ്ങനെ കയറ്റില്ല, പോയിട്ട് പിന്നെ വരും. അപ്പോൾ കീശിന് കാർഡ് എടുത്തു, ഇത് രാജാവിനെ കാണിക്കുക. അയാൾ ഈ കാർഡും കൊണ്ട് നേരെ കൊട്ടാരത്തിൽ വന്ന് രാജാവിനെ കാണിച്ചപ്പോൾ രാജാവ് ഓടി. കൊട്ടാരവാതിൽക്കൽ ഇബ്രാഹിം നിയാസ് എത്തിയിട്ടുണ്ട്. നൈജീരിയയിൽ തിജാനിയത്ത് പ്രചരിപ്പിക്കപ്പെടാനുള്ള കാരണം ഇതാണ്. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ തിജാനിയ മാർഗം സ്വീകരിച്ച ആളുകളുടെ ഒരു നാടാണ് നൈജീരിയ. അക്കൂട്ടത്തിൽ അന്നത്തെ നൈജീരിയയിലെ ഏറ്റവും വലിയൊരു മുഫ്തിയായ ആലിം ഉണ്ടായിരുന്നു, അദ്ദേഹം സ്വീകരിച്ചില്ല. പിന്നീട് ഒരിക്കൽ അദ്ദേഹം സ്വപ്നം കണ്ടു, ഒരു വലിയ സദസ്സിൽ നിസ്കരിക്കാൻ വേണ്ടി കാത്തു നിൽക്കാൻ ആളുകൾ. കൊടുത്തു, ഇഖാമത്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്, ആളുകൾ കാത്തു നിൽക്കാൻ. സ്വപ്നം കാണാൻ ഈ മനുഷ്യൻ. ആരൊക്കെയാണുള്ളത്? മുന്നിലെ സഫിലുണ്ട് മുത്തു മുഹമ്മദ് മുസ്തഫ. പിന്നെ ആരാളുള്ളത്? സിദ്ദീഖുൽ അക്ബർ, ഉമറുൽ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലിയുൽ മുർത്തള, എല്ലാവരുമുള്ള വലിയ ഒരു സദസ്സ്.
അനവധി ആളുകൾ, ആയിരക്കണക്കിന് ഒരുപാട് ആളുകൾ ഇങ്ങനെ നിരന്ന് നിസ്കരിക്കാൻ ഇഖാമത്ത് കൊടുക്കാനായി. അപ്പോൾ ആരോ ഒരാളെ പ്രതീക്ഷിക്കുന്നത് പോലെയുണ്ട് ഈ മനുഷ്യ സ്വപ്നം കാണുക. അപ്പോൾ ബാക്കിൽ നിന്ന് ഇബ്രാഹിം നിയാസ് നടന്നു വന്നു. അപ്പോൾ റസൂള്ള വഴി വിട്ടു കൊടുക്കാൻ പറഞ്ഞു. മുന്നേ നിന്നപ്പോൾ നിങ്ങൾ മുന്നേ നിസ്കരിക്കാൻ വേണ്ടി റസൂള്ള ആരോട് പറഞ്ഞു? ഇബ്രാഹിം നിയാസിനോട് പറഞ്ഞു. അയാൾ ഓടി വന്നു, പയ്യത്തീരും. അതിനടുത്ത് റസൂള്ളാനെ കളഞ്ഞത് വേറെ ഇട്ട് കഴിഞ്ഞാൽ റസൂള്ളാനെക്കാൾ വലിയ ആളാണെന്ന് പറഞ്ഞു എന്നാണോ? അത് വിഡ്ഢികൾ ചോദിക്കുന്ന ചോദ്യമാണ്. സബഖ്തനീ ഫിൽ ജന്ന, ഇന്നലെ രാത്രി അള്ളാഹു എനിക്ക് സ്വർഗം കാണിച്ചെന്നപ്പോൾ നിങ്ങൾ എൻ്റെ മുന്നിലാണല്ലോ ബിലാലെ എന്ന് റസൂലുള്ള ബിലാൽ ബിൻ റബാഹിനോട് പറഞ്ഞപ്പോൾ ബിലാൽ ഏറ്റവും മുന്നിലാണോ റസൂലുള്ളാഹിന്റെ? അങ്ങനെയാവുക? അതൊക്കെ ഒരു അടയാളാണ്. ഈ മനുഷ്യൻ അത്രമേൽ സ്വീകാര്യനാണ് എന്നതിൻ്റെ അടയാളാണ്. അതാണ് ഈ പറഞ്ഞ സംഭവം വരെ ഇതിൽ ഉൾപ്പെടും. ഫലം യസൽ യുസായിദുനി. ഇപ്പൊ അവിടുത്തെ ഏറ്റവും വലിയ മുഫ്തിയ മാർഗം സ്വീകരിച്ചാൽ പിന്നെ എളുപ്പമുണ്ട്. എല്ലാ പണ്ഡിതന്മാരും പലരും സ്വീകരിച്ചു, അവിടുത്തെ പ്രധാനപ്പെട്ട മുഫ്തി അന്ന് സ്വീകരിച്ചില്ല. പക്ഷെ അള്ളാഹുവിന്റെ റസൂലിന് അടയാളം കാണിച്ചു കൊടുത്തു, വേഗം വന്ന് സ്വീകരിച്ചു. അപ്പൊ ഇവിടെ സഹായിച്ചതാരാ? റസൂലുള്ളാഹ്. ഓരോ രംഗത്തും ഫലം യസൽ യുസായിദുനി ദഹ്രി ഫസ്റുതു മുമജ്ജദാ. ഞാൻ പറഞ്ഞില്ലേ, വഹാബിയായ രാജാവ് ആ മനുഷ്യനെ അത്ര ബഹുമാനിച്ചു. അപ്പൊ അതിന് അടയാളുണ്ടാവും, അതിന് കാരണമുണ്ടാവും. അള്ളാഹു എല്ലാവർക്കും പുറത്തിരട്ടെ. മനസ്സറിഞ്ഞാൽ പറയും അള്ളാഹു എല്ലാവർക്കും ഏതാൾക്കും അള്ളാഹുവിനെയും റസൂലിനെയും സ്വീകരിച്ച സകല ആളുകൾക്കും അള്ളാഹു തല പുറത്തു കൊടുക്കട്ടെ. അവരാരാണെങ്കിലും അള്ളാഹു തല പുറത്തു കൊടുക്കട്ടെ. ഏത് വഹാബി മൗദൂദി ആരാണെങ്കിലും അള്ളാഹു തല എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ. അള്ളാഹുവിനെ മുത്തഖീൻ അവരെയും നമ്മളെയും അള്ളാഹു തല ഉൾപ്പെടുത്തി തരട്ടെ. ഹക്കായ അഹ്ലുസുന്നയായ മാർഗവും അള്ളാഹു അവർക്കും നമുക്കൊക്കെ തരട്ടെ. പിന്നെ تولى رسول الله أمري فلم يزل يساعدني دهري فصرت ممجدا وإن اعتناء المصطفى عين كيميا فقد صار عذبا ماء ملح تعودا. ഹബീബായ നബിയുടെ ഒരു നോട്ടം അല്ലെങ്കിൽ ഒരു പരിഗണന, ഐനു കിമിയ, അതാണ് യഥാർത്ഥത്തിൽ രാസവിദ്യ. രാസവിദ്യ എന്നാൽ എന്താണത്? അത് റസൂലുള്ളാഹിന്റെ ഒരു പരിഗണനയാണ്. റസൂൽ ഒന്ന് പരിഗണിച്ചാൽ രാസവിദ്യ. ഇങ്ങനെ കീമിയ എന്ന് പറഞ്ഞാൽ ആൽക്കമിയാണ്. ആൽക്കമി എന്ന് പറഞ്ഞാൽ ഒരു ലോഹത്തെ അതിനേക്കാൾ ഉയർത്തുന്ന മറ്റൊരു ലോഹമാക്കി മാറ്റാനുള്ള ഒരു രാസവിദ്യക്കാണ് കീമിയ. അതുകൊണ്ടാണ് ഇതാണ് ആൽക്കമിയുടെ അടിസ്ഥാനം, ഇതാണ് കെമിസ്ട്രിയുടെയും അടിസ്ഥാനം. മനസ്സിലായില്ലേ? ആൽക്കമിസ്റ്റുകളെ കേട്ടിട്ടില്ലേ? ആൽക്കമിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അവർ ചെമ്പിനെ സ്വർണ്ണാക്കി മാറ്റും. വലിയ പരീക്ഷണം നടന്ന ലോക ചരിത്രത്തിൽ നൂറ്റാണ്ടുകളോളം വലിയ പരീക്ഷണം നടക്കുന്ന സംഭവമാണ്. എന്ത്? താഴെയുള്ള ലോഹത്തെ ഉയർന്ന ലോഹമാക്കി മാറ്റുക. കഴിഞ്ഞ 20 കൊല്ലത്തിനുള്ളിൽ ലോകത്ത് ഏറ്റവും വിറ്റുപോയ പുസ്തകം ആൽക്കമിസ്റ്റാണ്. ലോകത്ത് കഴിഞ്ഞ 20 കൊല്ലത്തിനുള്ളിൽ ലോകത്ത് ഏറ്റവും വിറ്റുപോയ പുസ്തകം ആൽക്കമിസ്റ്റാണ്. പൗലോ കോയിലോയുടെ ആൽക്കമിസ്റ്റാണ്. അതിൽ പറയുന്ന സംഭവം ഇതാ. എന്ത്? സാധാരണ ലോഹത്തെ ചെമ്പിനെ ഇരുമ്പിനെ മാറ്റി എന്താക്കും? അപ്ഗ്രേഡ് ചെയ്യും. അതായത് അതിനേക്കാൾ ഉയർന്ന സ്വർണ്ണാക്കും. ഭയങ്കര അതിൽ നടന്ന പരീക്ഷണം പോലെ ലോകത്ത് പരീക്ഷണം നടന്ന സംഭവമില്ല. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഇവിടെ പറയുകയാണ് എന്താ? നബി നമ്മളെ ഒന്ന് പരിഗണിച്ചാൽ അതന്നെയാണ് രാസവിദ്യ. അതിനാണ് രാസവിദ്യ, കീമിയ, രാസവിദ്യ. فقد صار عذبا ماء ملح تعودا فقد صار عذبا ശുദ്ധവെള്ളമായില്ലേ? മാഉ മിൽഹിൻ ഉപ്പുവെള്ളം, തഅവ്വദ സാധാരണ അങ്ങോട്ടും വെക്കാം സാധാരണ ഉപ്പുവെള്ളമായിരുന്ന സാധനം പിന്നെ എന്തായി? ശുദ്ധവെള്ളമായി. അല്ലെങ്കിൽ സാധാരണ ശുദ്ധവെള്ളമായി ഈ ഉപ്പുവെള്ളം. എന്താ സംഭവം? അങ്ങനത്തെ ഒരുപാട് സംഭവമുണ്ട്. ഒരു സംഭവം പറയാം, പിന്നെയും പറയാം. സംഭവം പറയാം. അതായത് ഇപ്പം എന്താ? റസൂൽ ഒന്ന് തൊട്ടു, അപ്പൊ എന്തായി? ഒരു നാട്ടുകാർ ഹബീബ നബിയോട് വന്ന് പറഞ്ഞു, നബിയെ കിണർ കുഴിച്ച ഉപ്പുവെള്ളമാണ്. അപ്പൊ റസൂൽ എന്ത് ചെയ്തു?
കുറച്ച് വെള്ളം കൊണ്ട് കൊടുത്തു. യമനിൽ നിന്ന് വന്നവർ വേറെയും സംഭവമുണ്ട്, ഒരു സംഭവം പറയും. റസൂലുള്ള പറഞ്ഞു, ഈ വെള്ളങ്ങളെ കിണറ്റിലൊഴിച്ചാൽ കണ്ടൊഴിച്ചു. പിന്നെ കാന അഅദബ മാഇൻ ഫിൽ യമനി, യമന്റെ ചരിത്രത്തിൽ ഏറ്റവും ശുദ്ധവെള്ളം ആ കിണറ്റിലുള്ളതാണ്. എന്ത്? അവിടെ രാസപ്രവർത്തനം നടത്തി, അപ്ഗ്രേഡ് ചെയ്തു. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഒരു ഹദീസ് ഓതിത്തരാം, ഒരു ഹദീസ് ഓതിത്തരാം. وقد صار ابن سكن رضي الله عنه همام بن نقيد السعدي رضي الله عنه قال همام بن نقيد السعدي رضي الله عنه പറയുന്നു قدمت على رسول الله صلى الله عليه وسلم ഞാൻ മദീനയിൽ ഹബീബായ നബിയുടെ അരികിലേക്ക് ചെന്നു. فقلت ഞാൻ നബിയോട് പറഞ്ഞു, ഞാൻ നബിയോട് യാ റസൂലല്ലാഹ്, നബിയെ ഹഫർനാ ലനാ ബിറൻ ഫഖറജത് മാലിഹ, നബിയെ ഞങ്ങൾ കിണർ കുഴിച്ച എപ്പോഴും എന്താണത്, ഞങ്ങൾ വെള്ളം കിണർ കുഴിച്ചിട്ടുണ്ട്, പക്ഷെ ഉപ്പുള്ള. അപ്പോൾ ഹബീബായ നബി എനിക്കൊരു പാത്രം തന്നു, ഒരു തോൽപാത്രം, ഫിഹാ മാ, അതിൽ വെള്ളമുണ്ട്. സുമ്മഖാല, പിന്നെ ഹബീബായ നബി പറഞ്ഞു, സുബ്ബഹു, നീ നാട്ടിൽ ചെന്നാൽ ഈ വെള്ളം ഇതിനനുസരിച്ചളാം. ഫസബബ്തുഹു, അങ്ങനെ ഞാൻ ആ വെള്ളം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തോൽപാത്രത്തിൽ തന്ന ആ വെള്ളം ഞാൻ യമനിൽ തിരിച്ചെത്തിയപ്പോൾ ഞാൻ എന്തു ചെയ്തു? ആ കിണറ്റിൽ ഒഴിച്ചു. ഫസബബ്തുഹു ഫിഹാ, ആ വെള്ളത്തെ ഞാൻ ആ കിണറ്റിൽ ഒഴിച്ചു. ഫഅദ്ബത്ത്, അത് ശുദ്ധവെള്ളമായി തീർന്നു. ഫഹിയ അഅദബു മാഇ ബിഇരിൻ ബിൽ യമൻ. ഫഹിയ റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തിന്റെ വെള്ളമാണ്. ഫഹിയ, ആ കിണറ്റിലെ വെള്ളം, അഅദബു മാഇ ബിഇരിൻ ബിൽ യമൻ, യമനിലെ കിണറിലെ വെള്ളത്തിലെ ഏറ്റവും ശുദ്ധിയായ വെള്ളം, ശുദ്ധമായ വെള്ളം ഈ വെള്ളമായി മാറി. എന്റെ രാസപ്രവർത്തനം നടന്നു. എന്ത്? റസൂലുള്ള തന്ന വെള്ളം അതിലാണ് പറഞ്ഞപ്പോൾ അതാണ് ശുദ്ധമായി. ഇനി അർത്ഥം വെച്ച് നോക്കി. ഇനി വേറെ സംഭവമുണ്ട്, വേറെ പറഞ്ഞുണ്ട്. അവസാനിപ്പിക്കാം, ഒരു മിനിറ്റ്. فقد صار عذبا ماء ملح تعودا وإن اعتناء المصطفى ഹബീബായ റസൂലുള്ളാഹിയുടെ പരിഗണനയാണ് ഐനു കിമിയ, അതാണ് രാസപ്രവർത്തനം എന്ന കാര്യം. അതിന്റെ തടി അതാണ്, രാസപ്രവർത്തനം എന്നതിന്റെ തടി അതാണ്. എന്ത്? നബി പരിഗണിക്കുക. ആൽക്കമിസ്റ്റിന്റെ അടുത്ത് പോയാൽ ആൽക്കമി പ്രവർത്തിക്കുമെന്നും സ്വർണ്ണായിത്തീരുമെന്നും, ചെമ്പ് സ്വർണ്ണ, ഇത് ഉറപ്പില്ല. എന്നാ നബി ഒട്ടലാവും. നബിയുടെ പരിഗണന ഇവിടെ ഇപ്പൊ ഈ ബൈറ്റ് ഇവിടെ പറയാൻ കാരണം എന്താ? ഇന്ന റസൂലുള്ളാഹ് ഏറ്റിട്ടുണ്ട്, അപ്പൊ എനിക്ക് രാസപ്രവർത്തന പ്രശ്നമില്ല. അതിൻ്റെ അർത്ഥം ഞാൻ സ്വർണ്ണം ഉണ്ടാക്കിയെന്നല്ല. ഞാൻ എന്താണ് വിചാരിച്ച് അത് നടക്കും. കാരണം എന്നെ ആരെ ഏറ്റെടുത്തു? റസൂലുള്ളാഹി ഏറ്റെടുത്തു. റസൂലുള്ളാഹിന്റെ ഒക്കെ രാസപ്രവർത്തനമാണ്. എന്താണോ നബി വിചാരിച്ച് അതാണ് സംഭവിക്കും. നോക്കി നബിയുടെ പരിഗണന ഐനുക്കിമിയ, അതാണ് യഥാർത്ഥത്തിൽ രാസവിദ്യ, അതാണ് രാസവിദ്യ. എന്നിട്ട് ഉദാഹരണം പറയാൻ, ഇനി കുറച്ച് ഉദാഹരണം പറയുന്നുണ്ട്. തുടങ്ങാൻ ശുദ്ധവെള്ളമായില്ലേ? എന്ത്? മാഉമിൽഹിൻ, ഉപ്പുവെള്ളം. പിന്നെ അതെന്നെന്നും ശുദ്ധവെള്ളമായി നിലനിന്നു. അങ്ങനെ വെക്കലാണ് അവിടെ ഒന്നുകൂടെ നല്ലത്. فقد صار عذبا ماء ملح تعودا فقد صار عذبا ശുദ്ധവെള്ളമായില്ലേ? എന്ത് ശുദ്ധവെള്ളമായില്ലേ? മാഉ മിൽഹിൻ, ഉപ്പുവെള്ളം ശുദ്ധവെള്ളമായില്ലേ? പിന്നെ തഅവ്വദ, അത് ശുദ്ധവെള്ളമായി നിലനിൽക്കുകയും ചെയ്തു. ആദത്ത്, സാധാരണത്തിന് നമ്മൾ ആദത്ത് എന്നറിയില്ലേ വാക്ക്, അതിൽ നിന്നാണ് തഅവ്വദ എന്ന വാക്ക്. ആദത്ത് എന്ന വാക്ക് തഅവ്വദ, എന്നെന്നും അത് ശുദ്ധവെള്ളമായി നിലനിന്നു. പിന്നെ യമന്റെ ചരിത്രത്തിലെ ഏറ്റവും ശുദ്ധവെള്ളമുള്ള കിണർ ഈ കിണറായി മാറി. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്.
ഫസബബ്തുഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളമാക്കി തന്ന ആ പാത്രം ഞാൻ ആ കിണറിലേക്ക് ചൊരിച്ചു. പ്രഗൽഭ സ്വഹാബിയായ ഹമ്മാം ഇബ്നു നഖീദ് സഅദി റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇബ്നു സക്കൻ രേഖപ്പെടുത്തുന്നു റളിയല്ലാഹു അൻഹു. ആ പാത്രത്തില് നബിയെ ഞങ്ങൾ കിണർ ഒഴിക്കും, പക്ഷേ കിണർ വെള്ളം ഉപ്പുള്ളാണ്, കിണറുണ്ട് ഉപ്പുള്ളാണ്, ഉപയോഗിക്കാൻ പറ്റൂല. അപ്പോൾ എന്ത് ചെയ്തു? ഹബീബായ നബി ഇദാവത്തൻ ഫിഹാ മാ ഫഖാല സുബ്ബഹു, ഞാൻ നാട്ടിലെത്തിയാൽ ആ വെള്ളം ആ കിണറിൽ ചിരിച്ചളാ. ഫസബബ്തുഹു ഫിഹാ, അങ്ങനെ ആ തോൽപാത്രത്തിലെ വെള്ളം ഞാൻ ആ കിണറിൽ ചൊരിച്ചു. ഫഹിയ അഅദബു മാഇൻ ബിൽ യമനി, ഫഹിയ പിന്നെ ആ കിണറിലെ വെള്ളം അഅദബു മാഇൻ ബിൽ യമനി, യമനിലെ ഏറ്റവും ശുദ്ധവെള്ളമായ കിണറായി നിലനിന്നു. അതാണ് തഅവദ എന്നു. മനസ്സിലായില്ലയോ? وإنعتنا المصطفى عين كيمياء فقد صار عذبا ما ملح تعودا ولا بعير كان صعبا وأينعت نخيل بحام به روح صار مزبدا وأعطيك سلمان بشوق حبيبنا ولا تتناهى لو ملأت المجلدا لأن الذي للأنبياء من خوارقه به نالها الأرسال خيرا محشدا كذاك كرامات لأهل ولايتي فمنه أنيلوا ما أنيلوا ليحمدا يا بر يا كافي بجاه نبينا لترزق عبيدا ما يرمو وترشدا. ബാക്കി നാളെ ക്ലാസ് ഉണ്ടാവും. നാളെ നേരത്തെ തന്നെ ഉണ്ടാവും, 7 മണി. നാളെ 7 മണിക്ക് ക്ലാസ് ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. മറ്റന്നാളും ഇന്നലത്തെ ക്ലാസ്സാണ് ഇന്നെടുത്തത്. നാളെയും ക്ലാസ് ഉണ്ടാവും, മറ്റന്നാളും ക്ലാസ് ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇന്നത്തെ ഒന്നും കൂടിയും ചൊല്ലി. أغاضي الصبوح عند أفضال مرسلي ومن برسول الله لم يخشج المدى. എന്താ അർത്ഥം പറഞ്ഞ്? എല്ലാ പ്രഭാതത്തിൻ്റെയും ഏറ്റവും അതിരാവിലെ തന്നെ ഞാൻ പുറപ്പെടും അഫ്ളലി മുർസലി ഹബീബാ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക്. 8661 കിലോമീറ്റർ അപ്പുറത്തെത്തും നാട്ടിൽ നിന്ന്. അമംബി റസൂലില്ല, ഒരാൾ റസൂലുള്ളാഹിനെ പിടിച്ചിട്ടുണ്ടോ ലം യഖ്ഷജൽ മദ, അവൻ ഒരു ബുദ്ധിമുട്ടും ഒരു പ്രതിസന്ധിയും ഒരു ഉറച്ച പാറ പോലത്തെ പ്രതിസന്ധിയും പേടിക്കേണ്ടതില്ല. തവല്ലാ റസൂലുള്ളാഹി അംദി ഫലം യസൽ യുസഈദുനി ദഹരി ഫസുർതു മുമജ്ജദാ. റസൂലുള്ളാഹി ഏറ്റെടുത്തിട്ടുണ്ട് അംദി എൻ്റെ കാര്യം. ഫലം യസൽ യുസഈദുനി, നബി എന്നെ സഹായിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഫസുർതു, അങ്ങനെ ഞാൻ ആയിത്തീർന്നു. മുമജ്ജദൻ, ആരാലും ബഹുമാനിക്കപ്പെട്ട ഒരു വ്യക്തിയായി തീർന്നു. രാജാവിൻ്റെ അടുത്ത രാജാവ് ബഹുമാനിക്കുക, പണ്ഡിതന്മാരുടെ സദസ്സിൽ നിന്ന് അവളെ ബഹുമാനിക്കുക. ഏത് സദസ്സിൽ ഞാൻ ചെന്നാലും വലിയ വലിയ കൂട്ടരാണ്. ഞാൻ പറഞ്ഞില്ലേ അസ്ഹർ ചെന്നപ്പോൾ അവരെ ബഹുമാനിച്ച്. എന്താ കാരണം? എൻ്റെ കാര്യം ആരെ ഏറ്റെടുത്തിട്ടുണ്ട്? മുത്തു മുഹമ്മദ് മുസ്തഫ. അതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഞാൻ അതിൻ്റെ ഒരു യാഥാസ്ഥാണ് അടുത്ത് പറഞ്ഞത്. എന്ത്? നബിയുടെ പരിഗണനയാണ് അതാണ് യഥാർത്ഥത്തിൽ രാസപ്രവർത്തനം. നബി എന്ന് പരിഗണിച്ചാൽ രാസപ്രവർത്തനമായി എന്താ നടക്കേണ്ടത് അതൊക്കെ നടക്കും. ശുദ്ധവെള്ളമായില്ലേ, ഉപ്പുവെള്ളം ശുദ്ധവെള്ളമായില്ലേ, തഅവദ, പിന്നെ അത് എന്നെന്നും ശുദ്ധവെള്ളമായി നിലനിൽക്കുകയും ചെയ്തുവല്ലോ. അതിനെപ്പറ്റിയാണ് പിന്നീട് ഹദീസിൽ പറഞ്ഞത്. ഫഹിയ അഅദബു മാഇ ബിൽ യമൻ, യമനിലെ ഏറ്റവും ശുദ്ധവെള്ളം പിന്നെ ആ കിണറിലെ വെള്ളമായി തീർന്നു. എന്ത്? ഫസബബ്തു ദാലിക്കൽ മാ അല്ലദി അഅതാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ എനിക്ക് പാത്രത്തിൽ തന്ന ആ വെള്ളം ഞാൻ കൊണ്ടുപോയി ചൊരിക്കെന്ന് പറഞ്ഞത് പ്രകാരം ചൊരിച്ചപ്പോൾ വഖദ് സാറ അദ്ബൻ മാഉ മിൽഹിൻ തഅവദാ. നീ വലാന ബഈറുൻ, നാളെ പറയും ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين والحقنا بالصالحين. 7 മണിക്ക് നാളെ ക്ലാസ്. ബിഫദ്ലി സല്ലല്ലാഹു അലൈഹി സയ്യിദന മുഹമ്മദ്.
എനിക്ക് വേണ്ടിയും എൻ്റെ മരിച്ചുപോയ ഉപ്പാക്കും ഉമ്മക്കും വേണ്ടിയും ഇന്ന് നോമ്പ് തുറക്കുന്ന ദിവസം, നോമ്പ് തുറക്കുന്ന മുമ്പും മറ്റു നേരത്തൊക്കെ നിങ്ങൾ ദുആ ചെയ്യണം. എൻ്റെ കാര്യങ്ങളിലും അള്ളാഹു എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകമുണ്ട്, അതിൻ്റെയൊക്കെ വലിയ വിജയത്തിന് വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം എന്നെല്ലാവരോടും ഓർമ്മപ്പെടുത്തി. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.